രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഒരപ്പൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞാൽ ആ കുടുംബം അഭിഷേകത്തിൽ വരും. ഒരമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ കുടുംബം അഭിഷേകത്തിൽ വരും. ഒരു സിസ്റ്റർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ആ കോൺവെൻറ്റ് ശുശ്രൂഷ മേഖല അഭിഷേകം കൊണ്ടുവരും. ഒരു വികാരിച്ചൻ അഭിഷേകത്തിൽ നിന്നാൽ ആ ഇടവകയിൽ അഭിഷേകം ഉണ്ടാകും. ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നീട് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ ആരംഭിച്ചു. 2009 14 രൂപതയുടെ കരിസ്മാറ്റിക് ചാർജ് ഏറ്റെടുക്കാവുന്നതിനോട് ചോദിച്ചു. അതിനു മുമ്പ് ഞാൻ പിന്നീട് മാറി ചെന്ന പള്ളിയിൽ ഡെയിലി ആരാധന ആരംഭിച്ചു, നിത്യാരാധന ആരംഭിച്ചു. ഡെയിലി രാവിലെ 9:30 മുതൽ 4 മണി വരെ നിത്യാരാധന ആരംഭിച്ചു. മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്ക് നിത്യാരാധന ആരംഭിച്ചാൽ ശനിയാഴ്ച വൈകുന്നേരം 6:15 കുർബാന വരെ കണ്ടിന്യൂസ് നിത്യാരാധനയാണ്. എത്ര മണിക്കൂറാണ്? തിങ്കളാഴ്ച രാവിലെ പുലർച്ചെ 3 മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ. സ്നേഹമുള്ളവരെ, ആ ഇടവകയിലുള്ളവർ എത്രയോ പേര് ഇടവകയിൽ റിട്ടയർ ചെയ്തവരിപ്പുണ്ട്. ജോലിയില്ലാത്തവർ എത്ര പേരിപ്പുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ രോഗികളുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ കടബാധ്യതയുള്ളവരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്, ജോലിക്ക് പോകുന്നവരില്ലേ. ഞാൻ എന്തായാലും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇങ്ങനെ തുടങ്ങാൻ പറഞ്ഞു. ഞാൻ തുടങ്ങി. അവിടെ ഒരു ആളില്ലായൊന്നും വന്നില്ല. രാവിലെ 9 തൊട്ട് 4 മണി വരെ ആരാധന പരസ്യമായിട്ട്. അത് ചെറിയ പള്ളി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കല്യാണം വന്നാലും മരിച്ചെടുക്ക് വന്നാലും ആ സമയത്ത് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും. വരുന്നവർക്ക് എന്നും കഞ്ഞി കൊടുക്കും ഉച്ചയ്ക്ക്. ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. അതുപോലെ 5 ദിവസമൊക്കെ 7 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആരാധന വെക്കും. മാസാവസാനം വെക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ആരാധനയിൽ വന്ന് പങ്കെടുക്കാൻ ആൾക്കാർ വരികയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും. സ്നേഹമുള്ളവരെ, ഇന്ന് നിത്യാരാധന ആരംഭിച്ച് ഇന്ന് ഈ കേരളത്തിൻ്റെയും നമ്മുടെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ ദേവാലയം തുറന്ന് നിത്യാരാധന ആരംഭിച്ചാൽ പ്രശ്നങ്ങൾ തീരും. ഇല്ല, പ്രശ്നം തീരുകയില്ല. ഇൻസിനു യേശു എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ബെൻഡിക്റ്റൻ സന്യാസി ഫാദർ മാർക്ക് ഡാനിയൽ കൃപി എന്ന് പറയുന്ന ആ വൈദികൻ വൈദിക വർഷത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോയി. 1 വർഷം ദീപികാരൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്തിലുള്ള എല്ലാ സക്രാരികളും തുറന്നു വെച്ച് ആരാധിച്ച് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താം. ഇല്ലെങ്കിൽ സകല പ്രശ്നങ്ങളും തലപൊക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇന്ന് സകല പ്രശ്നങ്ങൾ തലപൊക്കിയില്ലേ? കുടുംബങ്ങളിൽ പ്രശ്നങ്ങളായില്ലേ? എത്ര കുട്ടികളാണ് മതം വിട്ടുപോകുന്നത്? എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? എത്ര കുട്ടികളാണ് വിശ്വാസം അകന്നു പോകുന്നത്? ഇന്ന് നമ്മൾ ദീപികാരൻ്റെ സംസ്കാരത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദീപികാരൻ്റെ സംസ്കാരം വളർത്തിയാൽ, ദീപികാരൻ്റെ ആരാധനകൾ പുനരാരംഭിച്ചാൽ, ദീപികാരന് ഈശോയെ സ്വീകരിക്കാൻ, പരിശുദ്ധ കുർബാനയെ ആരാധിക്കാൻ, സ്നേഹിക്കാൻ, കുർബാനയിൽ പങ്കെടുക്കാൻ, സ്വീകരിക്കാൻ ഓരോ കുടുംബവും തയ്യാറായാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളായിട്ട് മാറും. എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം. എത്ര തകർച്ചയിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ രക്ഷിക്കപ്പെടും. പരിശുദ്ധാത്മാവ് പറയുന്നതൊന്ന് കേട്ടാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ആലോചന ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി കൂടെ നിൽക്കും. ജീവിത പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കും. ഞാനൊരു ഉദാഹരണം പറയാം. 2010 ഞാൻ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞ് 2ാം വരെ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എന്നും എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ 2010 ജൂലൈ മാസത്തിൽ 7-ാം തീയതി ഞാനിങ്ങനെ ധ്യാനിപ്പിക്കാൻ എല്ലാ സ്ഥലത്തും പോകും. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ രൂപതയിൽ മുണ്ടൂരുള്ള സീനായി ധ്യാന കേന്ദ്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ ടോക്കിന് പോകുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ജൂലൈ മാസം 7-ാം തീയതി 5 മണിക്ക്
ധ്യാനത്തിൽ ടോക്ക് ആരംഭിച്ച് 8 മണിക്ക് ടോക്ക് അവസാനിച്ചു. 3 മണിക്കൂർ ടോക്ക്. ഈ ടോക്ക് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ ബുള്ളറ്റ് എടുത്ത് ഞാൻ ബിഷപ്പ് ഹൗസിൽ എത്തി. എന്തിനാണെന്നറിയോ? 8:30-ക്ക് എത്തി 1 മണിക്കൂർ എക്സർസൈസ് ചെയ്യാൻ. അവിടെ നിന്ന് 1 മണിക്കൂർ എക്സർസൈസ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഒരു 10:15 15 കിടന്നുറങ്ങി. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം, അങ്ങനെയെല്ലാം അലാറം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ കിടന്നു. എൻ്റെ ഉറക്കം പോയി. പെട്ടെന്ന് നോക്കുമ്പോൾ 12 മണി സമയം. 12 മണി സമയത്ത് ഞാൻ നോക്കി. എന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി വീണ്ടും കടന്നു. പെട്ടെന്ന് അതിശക്തമായ നെഞ്ചുവേദന കടന്നു വന്നു. അതിശക്തമായി ഇങ്ങനെ ഒരു നെഞ്ചുവേദന വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്ന് കുറച്ച് വെയിറ്റൊക്കെ പൊക്കിയിട്ടുണ്ട്, കല്ലൊക്കെ പൊക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ജോയിൻറ്റ് വിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, അതിശക്തമായ വേദന വന്നു. പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു. അങ്ങനെ കട്ടിലേലിരുന്നു. പിന്നെ അവസാനം റൂമിൽ കൂടെ നടന്നു. നടക്കാനും പറ്റില്ല, ശ്വാസം കിട്ടുന്നില്ല, പെട്ടെന്ന് വേർത്തൊഴുകി. അങ്ങനെ ഞാൻ അപ്പം വിചാരിച്ചു എന്തോ ഈ വെയിറ്റ് പൊക്കിയത് കൊണ്ട് എന്തോ ഇഷ്യൂസ് വന്നു, അതുകൊണ്ട് വേർത്തൊഴുകി, എന്നാൽ ആശുപത്രി പോയേക്കാം, കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബാത്റൂമിൽ കയറി. ഹീറ്ററൊക്കെ ഓണാക്കി, നല്ല തണുപ്പുള്ള രാത്രിയാണ്. അപ്പോൾ ഹീറ്ററൊക്കെ ഓണാക്കി ചൂടുവെള്ളം എടുത്ത് നിലത്തിരുന്ന് കുളിച്ചു. പെട്ടെന്നൊരു കുളിയൊക്കെ കുളിച്ച് റൂമിലേക്ക് കയറി. റൂമിൽ കയറി അവിടെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് റൂമിലേക്ക് കയറിയ സമയത്ത് പെട്ടെന്ന് തല കറങ്ങുകയാണ്. തല കറങ്ങി. അങ്ങനെ ഞാൻ നിലത്തിരുന്നു. നിലത്തിരുന്നിട്ട് ഇരിക്കാൻ പറ്റാതെ അവിടെ കിടന്നു. ഇരുന്നോണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നു. ഇത് 12 മണിക്കാണെങ്കിൽ ഒരു 3:45 സമയം വരെ അങ്ങനെ കിടന്നു. പക്ഷേ ഈ സമയത്ത് ശ്വാസം കിട്ടുന്നില്ലെങ്കിലും ഈ നീലാകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഉയർന്നു പോകുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുകയാണ്. മരിച്ചാലും ഒരു കുഴപ്പമില്ല, കാരണം നല്ല സന്തോഷമാണ്. അങ്ങനെ പറന്ന് ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 3:45 സമയമായപ്പോൾ പെട്ടെന്ന് എന്നോടിങ്ങനെ ഒച്ചത്തിൽ പറയാം, ചാടിയേക്കാൻ പറഞ്ഞു, ചാടിയേക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടു. പെട്ടെന്ന് അതിശക്തമായ ഒരു പവർ ശരീരത്തിൽ വന്ന് കയറി. രണ്ടാമത് എന്നോട് പറഞ്ഞു ചാടിയേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കണ്ണു തുറന്നു, നല്ല കോൺഷ്യസ് ആയി നോക്കുമ്പം എൻ്റെ മുറി തന്നെ നിലത്ത് കിടക്കുന്നു. ശ്വാസം ഒട്ടും കിട്ടുന്നില്ല, ശരീരം മൊത്തം വേദനിക്കാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ ഭയങ്കര ഒരു നീറ്റലും വേദനയായി. മൂന്നാമത് എന്നോട് പറഞ്ഞു ചാടിയേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചാടിയേറ്റു. ഇങ്ങനെ വയ്യാതെ കിടക്കാണ്, ചാടിയേറ്റു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് മൊബൈൽ എടുത്തു വന്ന് അച്ഛന്മാരെ വിളിക്കാൻ. ഈ സ്ക്രീൻ നോക്കിയിട്ട് കണ്ണ് കാണുന്നില്ല, ഇരുട്ട് കയറി കണ്ണിൽ. അപ്പോൾ ഇൻ്റർകോം ഉണ്ട്, കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി, പക്ഷെ നടക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ നാലാമത് എന്നോട് പറയുകയാണ് മുറിക്ക് പുറത്തിറങ്ങാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ എന്നാൽ കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിച്ചണിൽ ചെന്ന് ചേട്ടനെ വിളിച്ചതേ പുള്ളി എന്താ അച്ഛാന്ന് വിളി കേട്ടു. ഞാൻ പറഞ്ഞു നല്ല സുഖമില്ല, ചെസ്റ്റ് പെയിനാന്ന് പറഞ്ഞു, ഒരു ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ഈ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചെസ്റ്റ് പെയിൻ എന്ന് കേട്ടതോടുകൂടി പുള്ളിക്ക് എന്തോ സന്തോഷം കയറിയെന്ന് തോന്നുന്നു. പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഞാനിങ്ങനെ ഒരു കസേര ഇരിക്കുക, നെഞ്ചിലും പുറത്തെല്ലാം വലിച്ചിടിക്കാൻ തുടങ്ങി. നല്ല ആരോഗ്യമുള്ള ചേട്ടൻ അതിശക്തമായി ഇടിക്കാൻ തുടങ്ങി. ചിലപ്പോൾ നല്ല കടമൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ കൂടി തീർത്തെന്ന് തോന്നുന്നു, കാരണം ആശുപത്രി ചെന്നിട്ട് ഈ ബോഡി പെയിൻ മാറിയിട്ടില്ല, അത്രമാത്രം ഇടിച്ചു. അങ്ങനെ ഒരു ചായ കിട്ടിയെങ്കിലും കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛന്മാരെ വിളിച്ച് ആശുപത്രി ചെന്നു. ആശുപത്രി ചെന്ന് കാഷ്വാലിറ്റി ചെന്ന് ഡ്യൂട്ടി ഡോക്ടറെ എന്താ ചോദിച്ചു. അവൻ എല്ലാം ചെസ്റ്റ് പെയിനാന്ന് പറഞ്ഞു, കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു കട്ടിലേക്ക് കിടത്തി കയ്യിലൊക്കെ പിടിച്ച് നോക്കി, സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് പരിശോധനയൊക്കെ നോക്കി പുള്ളി പറഞ്ഞു എത്രയും പെട്ടെന്ന് ICU കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ചാടിയേറ്റ് ICUലേക്ക് പോകാൻ തുടങ്ങി. അവിടെ കിടക്കാൻ പറഞ്ഞു. പിടിച്ചു വന്ന് എന്നെ തിരിച്ച് എന്നെ വന്ന് കട്ടിലേക്ക് കിടത്തി ബെഡ്ഷീറ്റോടുകൂടി പിടിച്ച് ട്രോളിയെ കെട്ടി അതിശക്തമായി 2ാം നിലയിലേക്ക് കൊണ്ടുപോയി. വാഞ്ഞു പോയി. അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ തന്ന് അവർ പെട്ടെന്ന് എനിക്ക് എന്താ പ്രശ്നങ്ങളൊക്കെയാണെന്ന് വിചാരിച്ച് മാസ്കൊക്കെ തരുന്നു, ശ്വാസം കിട്ടുന്നില്ല. മെയിൻ ഡോക്ടർ വന്നു. ഞാൻ വളരെ കൂളായിട്ട് കിടക്കുകയാണ്, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കൂളായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേദന ഇതുവരെ പോയിട്ടില്ല, ശ്വാസം ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സിവിയർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് അല്ല ഡോക്ടർ, ഇത് വെയിറ്റ് പൊക്കിയതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നുമല്ല, സിവിയർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഇനി എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണം. ഞാൻ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യരുത്, കാരണം ഇത് അതൊന്നും അല്ല വിഷയം. ഞാൻ എക്സർസൈസ് കൃത്യം ചെയ്യുന്നയാൾ, ഭക്ഷണ നിയന്ത്രണമുള്ള ആൾ, അതുകൊണ്ട് അറ്റാക്ക് ഒരിക്കലും വരില്ല. ഏത് കാർഡിയോളജിസ്റ്റിനോടെ പറയുന്നത്. പുള്ളി എന്നോട് പറഞ്ഞു അതല്ല ഫാദർ, ഇത് ചെയ്തേ പറ്റൂ. അവസാനം മറ്റച്ഛന്മാരൊക്കെ പറഞ്ഞ് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 3 ബ്ലോക്ക്, 2 100%, ഒരു 30%. അപ്പോൾ 2 സ്റ്റെൻ്റെല്ലാം വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്, മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് സഹായിക്കും. നമുക്കറിയാം അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അപ്പസ്തോല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ പ്രതിസന്ധിയിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളവിടെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്. കാരണം 3-ാമത്തെ അധ്യായത്തിൽ മുടന്തിന് സൗഖ്യം കൊടുത്തു. ഇത് കണ്ടപ്പോൾ പരിസയ പ്രമാണികളും പുരോഹിത പ്രമാണിയും ചോദിക്കുകയാണ് നീ എന്തധികാരത്തിൽ ഇത് ചെയ്തു?
ആരുടെ നാമത്തിലാണ് ഈ സൗഖ്യം കൊടുത്തത്? അവരെ പിടിച്ച് തടങ്കലിൽ വെച്ചു. തടങ്കലിൽ വെച്ച് അവരെ ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയെല്ലാം ചെയ്യുന്ന സമയങ്ങളിൽ വിശ്വാസ സമൂഹം ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 4:30-31 പറയുന്നില്ലേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കാൻ നീ കൈ നീട്ടണേ. സ്നേഹമുള്ളവരെ, ആ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നു. അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങിയെങ്കിൽ ഇന്നും പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ ഇടപെട്ട പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കൺവെൻഷനിൽ നമുക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് നീ ഇന്ന് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നീ ഇന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചാൽ, നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ, നിന്റെ സന്തോഷ നിമിഷങ്ങളിൽ മാത്രമല്ല, നിന്റെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ചേർന്ന് നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന വേറൊരു സംഭവം പറയാം. ഞാനൊരു പള്ളിയിലായിരുന്ന സമയത്ത്, ഞാൻ ഈ പറഞ്ഞ ആരാധനയൊക്കെ നടത്തിയ പള്ളിയിൽ കഞ്ചിക്കോട്, അത് ചന്ദ്രനഗർ പള്ളിയാണ്. കഞ്ചിക്കോട് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മേഖലയാണ്. ആ മേഖലയിൽ അനേകം ഹിന്ദിക്കാർ വന്നിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻസ്. നോർത്ത് ഇന്ത്യ എന്നുള്ള അനേകം ഹിന്ദിക്കാർ വന്നിട്ട് അവർക്ക് കുർബാനയൊന്നുമില്ല. ലാറ്റിൻകാരൊക്കെ ആയിരിക്കും, പക്ഷേ കുർബാനയൊന്നുമില്ല. എൻ്റെ ഇടവയിൽപ്പെട്ട പലർക്കും അവിടെ കമ്പനികളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരെ കൊണ്ടുവരാം. എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും അറിയത്തുമില്ല. താനും 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഈ ഹിന്ദി കുർബാന തുടങ്ങാം. അത് പിതാവിനോട് ചോദിച്ചു, പിതാവ് നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹിന്ദി കുർബാന ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഇടവയിലുള്ള കമ്പനിക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കമ്പനി ജോലി ചെയ്യുന്ന ഹിന്ദിക്കാരെ കൊണ്ടുവരണം, നമുക്ക് ഹിന്ദി കുർബാന ആരംഭിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സത്തന രൂപതയിൽ നിന്നും ഹിന്ദിയുടെ കുർബാന ടെക്സ്റ്റും ബൈബിളും എല്ലാം വരുത്തിച്ചു. അങ്ങനെ ഒരു 5 അച്ഛന്മാർ റെഡിയാക്കി. പോരാത്തതിന് എക്സ്ട്രാ ഒരാൾ തൃശ്ശൂരിൽ നിന്നും കൂടി ഞാൻ റെഡിയാക്കി. ഞങ്ങളുടെ രൂപതയിൽ നിന്നും കപ്പൂച്ചിക്കാരും രൂപത വൈദികരെല്ലാം കൂടി 5 പേർ റെഡിയാക്കി. 6ാമത് എക്സ്ട്രാ ആരും പറ്റിയില്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരച്ഛനെ കിട്ടണം, മുടങ്ങിപ്പോകരുത്. 200 പേര് ഈ കുർബാനയിൽ വരാൻ തുടങ്ങി. ഹിന്ദിക്കാർ വരാൻ തുടങ്ങി. പിന്നെ ഇടവക്കാർ 250-300 പേര് ഈ ഹിന്ദി കുർബാനയിൽ വരും. അപ്പം ഞാനിത് മാനേജ് ചെയ്യിച്ചിട്ട് ഞാനിങ്ങനെ നടക്കും. എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ അന്ന് തീരുമാനിച്ചു, എന്നാൽ ഹിന്ദി പഠിക്കണമെന്ന് വിചാരിച്ച് ടെക്സ്റ്റ് കൊണ്ടുവന്ന് വെച്ചു. ആൽഫബറ്റിക് എഴുതി മേശപ്പുറത്ത് വെച്ചു, ഒരു കടലാസയിൽ. ആൽഫബറ്റിക് ഈ ഊ എന്ന് പറഞ്ഞ് ഹിന്ദി ആൽഫബറ്റ്സ്. അപ്പോൾ ഹിന്ദിക്കാരെ എന്നെ കാണാൻ വേണ്ടി വരും കുർബാന കഴിഞ്ഞിട്ട്. അപ്പോൾ അവരെൻ്റെ കയ്യെ കയറി പിടിക്കും, ഞാൻ അവരുടെ കയ്യെ കയറി പിടിച്ച് ചിരിച്ചൊക്കെ കാണിക്കും. അച്ഛ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കാര്യം പറയും, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് പറയാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് പോവുകയാണ്. ഒരു വർഷം ഈ ഹിന്ദി കുർബാന തുടങ്ങി 2-3 വർഷം കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ മാസം 5-ാം തീയതി ഒരു ഞായറാഴ്ചയാണ്. അന്ന് വേദപാഠം 11 മണിക്ക് കഴിഞ്ഞു. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഡ്യൂട്ടി, വൈകുന്നേരം കുടുംബസമ്മേളനമുള്ളൂ, പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പള്ളിയിൽ കയറി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പള്ളിയിലിരുന്ന കർത്താവിനെ ആരാധിക്കാം. അങ്ങനെ ചോറും കഴിക്കണ്ട, ഇന്ന് ഭക്ഷണവും വേണ്ട, ഇരുന്ന് ആരാധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൈക്കാരന്മാരും എല്ലാം വന്ന് സെപ്റ്റംബർ 8 പരിപാടിക്ക് പള്ളിയുടെ പുറകിൽ ഇന്ന് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്, ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ആരാധന പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു 3:15 സമയമായി. 3:15 സമയം ആയപ്പോൾ കൈക്കാരൻ നോർത്തിലുണ്ടായിരുന്ന ഹിന്ദിക്കാരനാണ്. പുള്ളിയും കുടുംബവും അങ്ങനെ അനേകരുണ്ട്. അവർക്ക് ഹിന്ദി കുർബാനയ്ക്ക് പാട്ട് പാടാനൊക്കെ ആയിട്ട് കുടുംബമായിട്ട് വരുന്നതാണ്. പിള്ളേരെ കൊണ്ട് ലേഖനം വായിപ്പിക്കാനും ബൈബിൾ വായിപ്പിക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ കൈക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, 3:15 5 മണിക്ക് ഹിന്ദി കുർബാന. 3:15 പറഞ്ഞു, ഇന്ന് വരുന്ന അച്ഛന് പനിയാണ്, അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ വേറെ 4 അച്ഛന്മാരുണ്ട്, അവരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ 4 അച്ഛന്മാരെയും വിളിച്ച് 3:30 ആയപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, 4 അച്ഛന്മാരെയും വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുക, ഇനി എന്തായാലും വന്നാൽ ഒരു 5-5:15 ആകുമ്പോഴേലും തൃശ്ശൂരിൽ നിന്ന് വരാൻ പറ്റും, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കൈക്കാരൻ പോയി വിളിച്ചിട്ട് എന്നോടൊരു 3:45-4 ആകാറായപ്പോൾ എന്നോട് പറഞ്ഞു, ഒരച്ഛനെയും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് പനിയാന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ടെങ്കിലും ഹിന്ദി കുർബാന ഒന്ന് അവസാനിപ്പിച്ചിട്ട്, അല്ലെ ഒരു 15 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് മെയിനായിട്ടുള്ള കാര്യം മാത്രം ചെയ്തൊന്ന് ഹിന്ദി കുർബാന അവസാനിപ്പിക്കാമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും വിളിച്ച് പറഞ്ഞു, എനിക്ക് വൈറൽ ഫീവർ, തല പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പള്ളിക്കകത്തിരിക്കുക, സങ്കീർത്തി വിളിച്ചിട്ട് പറഞ്ഞു, തല പൊങ്ങുന്നില്ല, ഹിന്ദി കുർബാനയ്ക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വേർക്കാൻ തുടങ്ങി. കാരണം 250-300 പേര് ഹിന്ദിക്കാർ വരുന്നതാണ്. ഇവർക്ക് വേണ്ടി ഹിന്ദി കുർബാനയല്ല മലയാളം കുർബാനയെല്ലാം പറ്റുമോ? അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പം എനിക്കാണ് ഹിന്ദി ഒന്നും അറിയത്തുമില്ല. ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അതിശക്തമായൊരു പവർ ശരീരത്തേക്ക് വന്ന് കയറി. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതിശക്തമായൊരു പവർ
ഞാൻ സങ്കീർത്തിക്കുമ്പോൾ വന്ന് കയറി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാം, ഇന്നത്തെ ഹിന്ദി കുർബാന ഞാനാ ചെല്ലുന്നതെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയാം. പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് പള്ളിയിൽ, അങ്ങനെ വെച്ചു. ഞാൻ നേരെ പോയി ബൈബിൾ എടുത്തു, പെട്ടി തുറന്നു, തക്സ എടുത്തു, ബൈബിൾ എടുത്തു, നേരെ എൻ്റെ മുറി വന്ന് കസേര ഇരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഈ ഹിന്ദിക്കാർ വരുന്ന സിസ്റ്റേഴ്സ് പാടാൻ വരുന്നവരുണ്ട്, അതുപോലെ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഓടി വായോ, ഞാനാ ഇന്ന് ഹിന്ദി കുർബാന ചെല്ലുന്നത്, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. കേട്ടപാടി എല്ലാവരും ഓടിയെത്താൻ തുടങ്ങി. അപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, വരേണ്ടവരെല്ലാം വിളിച്ചു വരുത്തി. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ഐഡിയ എന്താണെന്നറിയാം, മലയാളത്തിൽ എഴുതിച്ചിട്ട് ചെല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിളിച്ചു വരുത്തുന്നത്. എങ്ങനെയായാലും ഇന്ന് ഹിന്ദി ഞാൻ ചെല്ലൂ എന്നുള്ള ഉറപ്പ്. ഞാൻ എന്നിട്ട് ഈ പുസ്തകം തക്സ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് അതുവരെ വായിക്കാൻ പറ്റാതെ ഇരുന്ന ഹിന്ദി അക്ഷരങ്ങൾ, തിരിച്ചറിയാത്ത ഹിന്ദി അക്ഷരങ്ങൾ ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങി. എന്താണെന്നറിയാമോ, അന്നാ പെസക അജശ്രീ ഹമാര ബലിദാൻ പ്രീതി ഭോജ് പ്രഭു ഭോജ് മകാൻ കരസമ്പന്നെ ഈശ കൃപാസെ ആപ് ലോകോങ്ങെ അങ്ങാസെ. എന്താ മനസ്സിലായോ? അന്നാ പെസകയാണത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, പരന്താംകെ ഈശ്വർ മഹിമ. വായിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് ഈ കുർബാന ചെല്ലാൻ, ഹിന്ദി കുർബാന ചെല്ലാനുള്ള ആ ഘട്ടം കൊണ്ട് അഴിച്ചു വിട്ടു, ഒരക്ഷരം ഒരുമല്ല. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും പിന്നെയുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിട്ടില്ല, കുർബാന പുസ്തകത്തില്ല. അപ്പോൾ അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി, പിതാവ് പുത്ര പവിത്രക്കാവ് നമ്പർ. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തറിയോ, ഇവർ വരുമ്പോൾ എനിക്കങ്ങനെ പോയാലും വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ, കൂദാശവചനം വരെ ആദ്യമായിട്ടൊന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ ബുദ്ധിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞുള്ളത് മലയാളത്തിൽ എഴുതാൻ രണ്ടുപേരെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, ബൈബിൾ നോക്കുമ്പോൾ വളരെ ട്രാൻസ്പാരൻറ്റ് പേപ്പറാണ്, ഇപ്പുറത്തെ എഴുതി അപ്പുറത്തും കാണാം, അപ്പുറത്തെ ഇപ്പുറത്തും കാണാം, തീർത്ത് ചെറിയ അക്ഷരം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ബൈബിള് അത് മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു. അവർ മലയാളത്തിൽ എഴുതി, പകുതി ഭാഗം എഴുതി. അപ്പം ഞാൻ പെട്ടെന്ന് യൂട്യൂബ് തുറന്നു. അതായത് അന്നാ പെസക പാടണ്ടേ, അത്തിനുമ പാടണ്ടേ, അത്യാവശ്യം മിനിമം പാടേണ്ട പാട്ടുകളുണ്ട്, അച്ഛൻ പാടേണ്ടത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ തക്സ യൂട്യൂബ് തുറന്ന് സത്യനാരൂപതയുടെ എടുത്തിട്ട് അന്നാ പെസകയുടെ ട്യൂണ് പഠിച്ചു, അത്തിനുവാൻ്റെ പഠിച്ചു, പിന്നെ കർത്താവ് രാജാവിൻ്റെ പഠിച്ചു, കുശിതികാവോ ആത്മാ മേരി ജീവൻ ഭർത്തും എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ആ പാട്ട് പഠിച്ചു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവോ? പരിശുദ്ധാത്മാവ് ഇടപെടും. അത് കഴിഞ്ഞിട്ട് ഹിന്ദി കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ഹിന്ദി ടീച്ചർ, 35 വർഷം ഹിന്ദി പഠിപ്പിച്ച ഒരു ടീച്ചർ ഇറങ്ങി വന്നു. ഇടവപ്പെട്ട ഒരാളുടെ അമ്മായിമ്മ, എനിക്കറിയാം, അതവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടു, എനിക്കറിയുന്നതാണ്. അന്ന് കുറച്ച് കാലം കൂടിയിട്ട് വന്നതാണ്, എനിക്കതിൻ്റെ പരിചയമുള്ളതാണ്. കുർബാന കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ 4 തെറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് 4 തെറ്റ് അത്രേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തേലും ചോദിച്ചു. ഹോ പറയേണ്ട അടുത്ത് ഹേ പറഞ്ഞു, ഹേ പറയേണ്ട അടുത്ത് ഹോ പറഞ്ഞു, ഇത്രേ ഉള്ളത് പറഞ്ഞു, വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താണെന്നറിയാവോ, അത് പെപ്രാൾ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വന്ന് മുഴുവൻ നോക്കുമ്പോണ്ടല്ലോ സൂപ്പറായിട്ട് വായിക്കാൻ പറ്റും. പിന്നീട് അടുപ്പിച്ച് ഹിന്ദി കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഞാനാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവോട് ബന്ധമുണ്ടായാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇടപെടും, നമ്മുടെ ജീവിതത്തെ നവീകരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്താൻ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ധ്യാന ദിവസങ്ങളിലൂടെ നമുക്ക് വേണ്ടുന്ന ബോധ്യം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായ ബന്ധം കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ യേശുവിനോട് ചേർത്ത് നിർത്തും, സഭയോട് ചേർത്ത് നിർത്തും. കൂദാശ ജീവിതത്തിൽ അടിയുറച്ച് നിൽക്കാൻ, നവീകരണ ജീവിതത്തിൽ സ്ഥായിയായി നമുക്ക് നിലനിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബോധ്യം നമുക്ക് വേണം.